അൽഹംദുലില്ലാ, ഇന്നൊരു സന്തോഷം തരുന്ന ദിവസമാണ്. നമ്മൾ വീഡിയോ ചെയ്ത ഇവിടെ പിന്നെ കുളിക്കല്ലൂരുള്ള ഒരു നസീറ എന്ന് പറഞ്ഞ മോളെ കല്യാണമായിട്ട് ഇന്ന് നസീറൊക്കെ കാഴ്ചേൻ്റെ ബുദ്ധിമുട്ടേനു ഓളെ കല്യാണത്തിനൊക്കെ കൂടി ഇവിടെ ഇപ്പോൾ ചെർപ്പുളശ്ശേരി അലങ്കാർ ഓഡിറ്റോറിയം ഇവിടെ മുമ്പ് നിന്നാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷമായി. ഓക്കെ, പിന്നെ അവരുടെ ഇതൊന്നും കാണിക്കുന്നില്ല. ഒരുപാട് വിവാഹങ്ങൾ ഇത്തരത്തിൽ നമുക്ക് നടത്തിയെടുക്കണം, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറെ ഒരു വീട്ടിലിവിടെ അടുത്ത് പോകാൻ പറഞ്ഞേനു, അപ്പോൾ ഇപ്പോൾ വേറെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് മലപ്പുറത്തേക്ക് പോവുകയാണ്. പിന്നെ വേറൊരു കാര്യം, പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഇന്നലെ അത്രയും ദേഷ്യം തോന്നിയ ഒരു സംഭവം നടന്ന്. എന്താണെന്നറിയാം, ഇന്നലെ ഒരു 4 മക്കളൊക്കെ ഉള്ള ഒരാൾ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഭാര്യ മരിച്ചാണ്, 4 മക്കളുണ്ട്, 4 ആളെയും നോക്കാൻ പറ്റിയ കുട്ടികളില്ലാത്ത യുവതിയിൽ നിന്നുള്ള ആലോചനയാണ് വേണ്ടത്. കുട്ടികളൊന്നും കെട്ടുന്ന യുവതിക്ക് ഉണ്ടാവാൻ പാടില്ല. മൂപ്പരിക്ക് 4 കുട്ടികളൊക്കെ ഉണ്ട്, ഒരു കുട്ടിക്ക് 3 വയസ്സൊക്കെയാണ്, ചെറിയ കുട്ടിയൊക്കെ ആണല്ലോ. അവരൊക്കെ നോക്കാൻ പറ്റുന്നൊരു ഭാര്യ വേണമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ച് ഒരു കുട്ടി, ആദ്യ വിവാഹമുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു, പാവം. അപ്പോൾ പാവപ്പെട്ട ഒരു ഫാമിലി, ആദ്യ വിവാഹമുള്ള കുട്ടി. അപ്പോൾ ആ കുട്ടീൻ്റെ വീട്ടുകാരോട് സംസാരിച്ച് അവർക്ക് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഈ 4 കുട്ടികളെയും സ്വന്തം കുട്ടികളായിട്ട് നോക്കാമെന്ന് പറഞ്ഞ് ഇവർക്ക് അവരുടെ ആദ്യ വിവാഹം നോക്കണേ, കുട്ടികളൊന്നുമില്ല, ആദ്യ വിവാഹം. എന്തുകൊണ്ടും ഓക്കെ ഉള്ളൊരു ഫാമിലി മൂന്നാന്ന് തോന്നി. അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ പറഞ്ഞപ്പോൾ ഒരു പറയാ ഈ ആലോചന വേണ്ടാന്ന് വെച്ചാൽ എന്താ, ഒരു ബാർബർ ഫാമിലി അല്ലേ, അതുകൊണ്ട് വേണ്ടാന്ന്. എനക്ക് അപ്പാടങ്ങ് പൊളിഞ്ഞു പോയി അത് കേട്ടാരെ. വേറെ എന്തെങ്കിലും റീസണാണ് നമുക്ക്. എന്നാലും ഈ ബാർബർ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഞാൻ ഈ മാരേജിൻ്റെ ഫീൽഡിൽ വന്നവരാണ് ഇതൊക്കെ കേൾക്കാൻ തുടങ്ങി. ഓലെന്താ മനുഷ്യന്മാരല്ലേ, ഓല് വേറെ തന്നെ എന്തോ ആണോ? എന്താ ഈ ബാർബർ ഫാമിലി എന്നൊക്കെ പറഞ്ഞ് മാറ്റി ഈ ഒരു കാലഘട്ടത്തിലും അതൊക്കെ അങ്ങനത്തെ സംസാരം എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരെന്ന് വരെ ഇങ്ങനെയുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ, ഇങ്ങനെയുള്ള ഒരുത്തനും എന്നെ വിളിക്കണ്ട കേട്ടോ, തുറന്നങ്ങ് പറഞ്ഞേക്കാം. ഈ ബാർബർ ഫാമിലി പറ്റൂല, മുടീൻ്റെ നീളം ഇത്ര വേണോ, ഹൈറ്റ് ഒപ്പിച്ച് അങ്ങനെയെല്ലാം നോക്കുന്ന പിന്നെ ആൾക്കാരെ കല്യാണം ഞാൻ നടത്തുന്നില്ല, വിളിക്കുകയും വേണ്ട. കുറച്ചൊരു മാനസിക മഴികണ്ണ, ഒരു സ്നേഹം, ഒരാളെ മര്യാദയ്ക്ക് സംരക്ഷിക്കാനുള്ള ഇതും അങ്ങനെയൊക്കെയുള്ള മാനസിക മൂല്യങ്ങളുള്ളവർ മാത്രം വിളിച്ചാൽ മതി. എല്ലാവരെയും കല്യാണം നടത്താൻ ഇറങ്ങിയൊന്നല്ല. കുറച്ച് ആൾക്കാരെങ്കിൽ കുറച്ച് നടത്തുന്ന മര്യാദയ്ക്ക് നടത്തും, അത്രയേ ഉള്ളൂ. എനിക്ക് നിങ്ങളെല്ലാവരെയും കെട്ടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ ദേഷ്യം പിടിച്ചിട്ട് എനിക്ക് പിന്നെ നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കാൻ കുറച്ച് ചിലവെല്ലാം വരും. ആ ചിലവിൻ്റെ പൈസ എടുത്ത് ബാക്കി രജിസ്ട്രേഷൻ ഫീസ് വരെ തിരിച്ചങ്ങ് അയച്ചു കൊടുത്ത് നിങ്ങൾ മേലെ തന്നെ കോൺടാക്ട് ചെയ്തിട്ട്. കാരണം നമുക്ക് സങ്കടമുണ്ട്, വേറെ എന്തെങ്കിലും കാരണമാണെങ്കിൽ ഓക്കെ എന്ന് പറയാം. കാരണം ആ കുട്ടി പാവം ഒരു മോള്, നിങ്ങൾക്കൊന്നും ഞാൻ അർഹതയില്ല ആ കുട്ടീനെ കിട്ടാൻ. ആ മോളെ കല്യാണം നമുക്ക് നടത്താൻ കേട്ടോ. വയസ്സ് പിന്നെ 42 വയസ്സുള്ള 43 വയസ്സുള്ളൊരു മോളാണ്, നല്ല മോൾ, ആദ്യ വിവാഹമാണ്. ബാർബർ ഫാമിലി എന്നുള്ളതുകൊണ്ടാണ് ഇവനെ പോലെയുള്ള ആൾക്കാർക്ക് ഇത് അതിൽ കിടല ആൾക്കാർ നമുക്ക് കിട്ടൂലേ. ഇതിപ്പോൾ ഒരുപാട് ദൂരമൊന്നുമല്ല കേട്ടോ, നമ്മൾ അടുത്തുള്ള പ്രദേശത്ത്. അതിനോട് ഓള് പറയാം, നിങ്ങൾ അടുത്തുള്ള ആൾക്കാരിലായിട്ട് വെറുപ്പിച്ച പോലും ആളെ മെയിൽ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇതെല്ലാം വരും. അവനാന്ന് വിഷയമല്ല, പറയാന്നല്ലെങ്കിൽ പറഞ്ഞോട്ടെ, നെഗറ്റീവ് പറയും നമ്മളെ എന്താക്കില്ല. പക്ഷേ നമുക്ക് നമ്മൾ പിന്നെ ഇത്തരം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് അല്ലേ, നിങ്ങൾ പറയും. ഞാൻ സത്യമല്ല, ഈ ബാർബർ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താടോ, ഓല് മനുഷ്യന്മാരല്ലേ, ഓലിക്ക് എന്താ പ്രശ്നം എനിക്കറിയില്ല. എങ്ങനെ അറിയുന്നല്ലോ ഓരോ വിവാഹം ചെയ്ത് എന്താ പ്രശ്നം, ഓല എന്തുകൊണ്ടാണ് ആൾക്കാർ ബാർബർ ഫാമിലി വേണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? ഇപ്പം നമ്മളെ ചങ്ങായിമാർ തന്നെ പലരും പിന്നെ ജെൻസ് സലൂണ്, ബ്യൂട്ടി പാർലർ നടത്തി കിടിലം പോലെ പൈസ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്. എന്താ ഓലും അങ്ങനെയാണെങ്കിൽ ഓല് ബാർബർ ഇതല്ലേ, ഓരെല്ലാം കിടിലം പോലെ കല്യാണം കഴിച്ച് അടിപൊളിയായിട്ട് നടക്കുന്നില്ലേ. അപ്പോൾ ഇതെന്താണ് ഈ സംഭവം? എനിക്കറിഞ്ഞൂടെ, എനിക്ക് അറിയുന്ന പോലെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും വിളിക്കണ്ട, നിങ്ങൾക്ക് നമ്മളുമായിട്ട് നടക്കൂല. നമുക്ക് കുറച്ച് മാനസിക മൂല്യങ്ങളും കുറച്ച് ഇതൊക്കെ ഉള്ള വലിയ തറവാട്ടുകാർ അങ്ങനെ പറ്റൂല ഇങ്ങനെ പറ്റും അങ്ങനെയുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല. ഞാൻ അങ്ങനെയുള്ള നടത്തുന്നുമില്ല, ആകുകയല്ല. നമുക്ക് മര്യാദയ്ക്കുള്ള ആൾക്കാരുണ്ടെ വിളിച്ചോ. ഇമോഷണലി പറയുന്നൊന്നുമല്ല, കുറേ ആലോചിച്ചിട്ട് പറയുന്നത്. എന്തിനാ ഇങ്ങനെയുള്ള അതിനൊക്കെ നിങ്ങൾക്ക് വേറെ പ്ലാറ്റ്ഫോമുകളും വേറെ ആൾക്കാരും ബ്രോക്കർമാരും ഒക്കെ ഉണ്ട്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോളി. നമുക്കൊരു മര്യാദയ്ക്കുള്ള ഓരോ കുട്ടീനെ കല്യാണം കഴിച്ചാൽ സ്നേഹത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു പാർട്ണറെ കുറച്ചെങ്കിൽ കുറച്ച് 10എങ്കിൽ 10 അത് മതി. ഒരുപാട് നാടുകൾ നടന്ന് കല്യാണം റെഡിയാക്കി അതൊന്നും വേണ്ട. നടത്തുന്ന 10ആണെങ്കിലും അൽഹംദുലില്ലാ മര്യാദയ്ക്ക് പോലെ പോകണം, ഹാപ്പി ആയിട്ട് പോകണം, അങ്ങനെയുള്ളത് മതി അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ പോവുകയാണ്. ഇപ്പോൾ 3-4 ആളെ ഇന്ന് ഹോം വിസിറ്റ് ചെയ്യാനുണ്ട്, കാണാനുണ്ട് കല്യാണത്തിൻ്റെ ആൾക്കാരെയൊക്കെ കേട്ടോ. കുറേ ആൾക്കാർ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല, എടുക്കില്ലെല്ലാം പറയാനുണ്ട്. ഇപ്പോൾ ചിലതിങ്ങനെ യാത്രയിലും അങ്ങനെ ലാഭം എടുക്കാണ്ടായി പോവുകയാണ് കേട്ടോ, അങ്ങനൊന്നും വിചാരിക്കരുത്. ഓക്കെ, എന്നാൽ പിന്നെ ശരി.